നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവില ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം 1000 രൂപയോളം പവന്മേൽ വർദ്ധിച്ച പിന്നാലെ ഇന്നും വില കൂടിയിരിക്കുകയാണ്. ഇന്ന് അതായത് ഫെബ്രുവരി ആദ്യ ദിവസം തന്നെ ഒരു പവൻ സ്വർണത്തിന് കേരളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 61,960 രൂപയാണ്. 120 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഗ്രാമിന് 15 രൂപ കൂടി 7,745 രൂപയായിട്ടുണ്ട്. 18 കാരറ്റ് ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 6,395 രൂപയായിട്ടുണ്ട്. വെള്ളിയുടെ വിലയിൽ കേരളത്തിൽ നിന്ന് മാറ്റമില്ല. ഗ്രാമിന് 101 എന്ന നിരക്കിൽ തുടരുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസ് സ്വർണത്തിന് ആദ്യമായി $2,800 കടന്ന് വില മുന്നേറുകയായിരുന്നു. കേരളത്തിൽ ഇന്ന് സ്വർണത്തിന് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന വിലയാണുള്ളത്. ഒരു പവൻ സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ ഏതാണ്ട് 68,000 രൂപ വരെയാണ് ചിലവായിട്ട് വരുന്നത്. സ്വർണത്തിന്റെ വില, പണിക്കൂലി എന്നിവ ചേർത്തുള്ള സംഖ്യയ്ക്ക് 3% GST കൂടി ഉപഭോക്താവ് നൽകേണ്ടതായുണ്ട്. മാത്രമല്ല, പണിക്കൂലിയിൽ മാറ്റം വരുന്നതിനനുസരിച്ച വിലയിലും നല്ല മാറ്റമുണ്ടാകും. മാത്രമല്ല, ഹോൾമാർക്കിംഗ് ചാർജും നൽകേണ്ടതായുണ്ട്. അങ്ങനെ വരുമ്പോൾ 61,000 ചിൽവാനം എന്ന ഒരു കണക്കിൽ നിന്ന് വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇത് കല്യാണ ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്നവരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. കല്യാണ ആവശ്യങ്ങൾക്കായി വാങ്ങുന്ന സ്വർണത്തിന് നല്ല രീതിയിലാണ് പണിക്കൂലിയായി ഈടാക്കുന്നത് ജ്വല്ലറികൾ. കല്യാണ ആവശ്യങ്ങൾക്കായി വാങ്ങുമ്പോൾ ഏതാണ്ട് 10 മുതൽ 20-25% വരെ പണിക്കൂലിയായി ഈടാക്കുന്നുണ്ട് ജ്വല്ലറികൾ. അതുകൊണ്ട് തന്നെ 6,000 രൂപ മുതൽ ഏതാണ്ട് 30,000 രൂപ വരെ ആയിരിക്കും സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാവുക. ഇതുകൂടി കണക്കിലെടുക്കണം. അതുകൊണ്ടാണ് വിവാഹ പാർട്ടിക്കാർ ഇപ്പോൾ സ്വർണ്ണവിലയെ നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുന്നത്. എന്തായാലും എല്ലാം ചേരുമ്പോൾ സ്വർണ്ണവില താങ്ങാവുന്നതിലും അപ്പുറമാകുമെന്ന് ചുരുക്കം. അതേസമയം പഴയ സ്വർണം വിൽക്കുമ്പോൾ പവന് 3% കുറച്ചുള്ള സംഖ്യ കിട്ടും. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം ഔൺസിന് $2,801 ഇപ്പോഴത്തെ വില. ഡോളർ മൂല്യം കൂടിയിട്ടുണ്ട്. 108.50 എന്ന നിരക്കിലാണ് ഡോളർ സൂചിക ഉള്ളത്. ഈ രീതിയിൽ സ്വർണ്ണവില മുന്നോട്ട് നീങ്ങിയാൽ ഉപഭോക്താക്കൾ സ്വർണം വാങ്ങുന്നതിൽ നിന്ന് പിന്തിരിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് ഇപ്പോഴും സ്വർണം അവിഭാജ്യ ഘടകമായതിനാൽ തന്നെ വിൽപ്പനയിൽ ഇടിവ് വരില്ല എന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളുള്ളത്. അതേസമയം ബജറ്റ് അവതരണത്തിനായി കാത്തിരിക്കുക ചെയ്യുകയാണ് വ്യാപാരികളും ഉപഭോക്താക്കളും. സ്വർണത്തിന്റെ ഇറക്കുമതി നികുതി കുറയ്ക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ബജറ്റിൽ 13 നിന്ന് 6% ഇറക്കുമതി നികുതി കുറച്ചതോടെ വലിയ ഒറ്റയടിക്കാണ് സ്വർണ്ണവിലയിൽ മാറ്റം വന്നത്. ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷവും സ്വർണ്ണവില കുറഞ്ഞതോടെ കാത്തു നിൽക്കാതെ തന്നെ ഒരുപാട് പേരാണ് ജ്വല്ലറികളിലേക്ക് ഓടിയത് സ്വർണം വാങ്ങാനായി. അത്തരത്തിലൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ബജറ്റ് അവതരണത്തിന് ശേഷമോ അതല്ലെങ്കിൽ പിറ്റേ ദിവസമോ സ്വർണ്ണവില ഗണ്യമായി കുറയും എന്നൊരു പ്രതീക്ഷയിലാണുള്ളത്. തിരിച്ചായാൽ സ്വർണ്ണവില കൂടും എന്ന പേടിയും അവർക്കുണ്ട്. കൂട്ടാനാണ് സാധ്യത എന്നാണ് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നത്. നികുതി കൂട്ടിയാൽ സ്വർണ്ണവില വലിയ രീതിയിൽ കൂടും. അതോടെ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങുക എന്നത് അപ്രാപ്യമായി മാറുകയും ചെയ്യും. ഇറക്കുമതി നികുതി 6 നിന്ന് 3% താഴ്ത്തണമെന്നും GST 3 നിന്ന് 1.2% കുറയ്ക്കണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം. ഇതുവഴി നികുതി വെട്ടിപ്പ് കുറയ്ക്കാമെന്നും ആഭരണ കയറ്റുമതി കൂട്ടാമെന്നും ഇവർ പറയുന്നുണ്ട്. മാത്രമല്ല, ഗോൾഡ് മോണിറ്റൈസേഷൻ പദ്ധതി ജനപ്രിയമാക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇറക്കുമതി നികുതി 2% കൂട്ടാനാണ് സാധ്യത എന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരുന്നത്. ജനുവരിയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില 57,200 രൂപയായിരുന്നു. കൂടിയത് 61,840 രൂപയും. അതായത് ജനുവരിയിൽ മാത്രം 4,640 രൂപയുടെ വർധനവാണ് 22 കാരറ്റ് സ്വർണം പവനിൽ ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ചിലർ 18 കാരറ്റ് വാങ്ങുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ വില കുതിക്കുന്നതാണ് ഇപ്പോഴത്തെ വില വർധനവിന് കാരണമായി മാറിയിരിക്കുന്നത്. ഇന്ത്യൻ രൂപ വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട്. 86.70 പുതിയ രൂപ നിരക്ക്. രൂപ മൂല്യം ഇടിഞ്ഞത് സ്വർണ്ണവില കൂടാനുള്ള ഒരു കാരണമായി മാറിയിട്ടുണ്ട്. അമേരിക്കയുടെ താരിഫ് ഭീഷണി വിപണിയെ അസ്ഥിരപ്പെടുത്തുന്നതും സ്വർണ്ണവില കൂട്ടാൻ ഇടയാക്കിയിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡ് എണ്ണ ബാരലിന് $76 ഇടിഞ്ഞിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ വില $102,000 തുടരുകയാണ്.